ബാപ്പൊക്കല്ലേ? ഞാൻ തന്നെ. ഞാൻ നിങ്ങളെ വീടിന്റെ ഇടക്ക് അന്വേഷിച്ചു. എന്തിപ്പോ കാര്യം? ഞമ്മക്ക് നിങ്ങള് കുറച്ച് പൂട്ടാണ്ടല്ലോ നമ്മക്ക്. അതിപ്പോടെ പൂട്ടാള്? അതാ നിങ്ങള് മേപ്പാടത്തപ്പ പൂട്ടുണ്ട്. ആചേർക്കില്ലേ? ആചേർ അപ്പുറത്തെ കണ്ടാണ് ഇപ്പൊ എന്റെ. ആ താഴത്തെ ഭാഗത്ത്. എന്നാ പിന്നെ 2 ദിവസം പൂട്ട് ആചാരിക്കണ്ടേ? അത് കഴിഞ്ഞിട്ട് മറ്റന്നാളെ നോക്കാം. മറ്റന്നാളെ? ആയിക്കോട്ടെ. എന്നാലും നിങ്ങള് എപ്പോഴാ അവിടെ ഉണ്ടാവുക? ഞാൻ ആ കണ്ടൊന്ന് കാണിച്ചു തരുന്നു. കാണിച്ചാൽ ഒരു 10 മണിയാവും വേണ്ടി വാ. നാളെ? ആയിക്കോട്ടെ. നിങ്ങളവിടെ ഉണ്ടാവുമോ? ഞാൻ വരും 10 മണിക്ക്. കാക്കാ, ആ കണ്ടാണ് നമ്മ പൂട്ടാളുള്ളത് കേട്ടോ. കണ്ടോ? ആ കണ്ടം. ആ കൊക്കിരിക്കണ കണ്ടതാ? ആ കൊക്കിരിക്കണ കണ്ടോ? ആ കണ്ടാണ് പൂട്ടാളുള്ളത് കേട്ടോ. അതല്ലേ ആ കൊക്കിരിക്കണല്ലേ? അതന്നെ അതന്നെ. നിങ്ങൾ പൂട്ടിട്ട് പറയട്ടോ. ആയിക്കോട്ടെ. ആ കൊക്കിരിക്കണത് ആ കൊക്ക് അതിട്ടോ. ആ കൊക്കിരിക്കണ കണ്ടല്ലേ? ഞാൻ കണ്ടേ. ഓക്കെ ഓക്കെ. ഹലോ രക്ഷിതല്ലേ? ആ പാടം പൂട്ടി കഴിഞ്ഞേ എപ്പോഴായിട്ട് വരിക? കുറച്ച് കഴിഞ്ഞിട്ടോ. ഞാൻ ആ പാടത്തുണ്ട് കേട്ടോ. പെട്ടെന്ന് വാ, പൈസ കിട്ടണല്ലോ. പൂട്ടി കഴിഞ്ഞാ? പൂട്ടി കുറച്ചേരായി കഴിഞ്ഞിട്ട് തന്നെ. പിന്നെ രാവിലെ ആചാരത്തുണ്ടായിരുന്നു. പിന്നെ നേരമുണ്ട് പൂട്ടപ്പോ ഇവിടുത്തെ എല്ലാ പൂട്ടും കഴിഞ്ഞ് തന്നെ. ഇപ്പൊ നേരെ കണ്ടത്തേക്ക് പോകണം. മേപ്പാടുണ്ട് ഇനിയിപ്പോ. ആചാര കണ്ടൊക്കെ പൂട്ടിയോ? ആചാര കണ്ട എല്ലാ കണ്ട പൂട്ടി. ഇവിടെ മൊത്തം പൂട്ട് കഴിഞ്ഞു. ഞമ്മത് എത്ര പൈസ? എത്ര? 8300 റുപ്യ ഉണ്ടാവും. അതിന് 300 റുപ്യ ഒഴിവാക്കിക്കാണ്ടേ ഒരു 8000 റുപ്യ കൊണ്ടാ. 8000 റുപ്യ? 8000 റുപ്യ. ഞാൻ കണ്ട പൂട്ടാനുള്ള പറഞ്ഞു, വിൽക്കാനല്ലല്ലോ പറഞ്ഞിട്ടുണ്ട്. 8000 റുപ്യ എങ്ങനെ? 4-5 കണ്ടല്ലേ പൂട്ടാണ്. പിന്നെ 8000 റുപ്യ ഉണ്ടാവുക. 5 കണ്ടോ? പിന്നെ ആ കണ്ട 5 കണ്ടല്ലേ? ആ കണ്ട 5 കണ്ടതാ? ഇന്റെ ഒരു കണ്ടല്ലേ പൂട്ടാൻ പറഞ്ഞത്? ഇതാണ് കൊക്കിരുന്ന് കണ്ട മുഴുവൻ പൂട്ടാണ്. കൊക്ക് തന്നെ കണ്ട 5 കണ്ടല്ലേ കൊക്കല്ലേ? പിന്നെ കൊക്കിരിക്കാൻ കണ്ട മുഴുവൻ എങ്ങനെ മനസ്സാ പൂട്ടില്? ഞാൻ എന്റെ കണ്ട കൊക്കിരിക്കണ കണ്ടാണ് എന്റെ കണ്ടെന്നല്ല പറഞ്ഞത്. പൂട്ടിനാകുമ്പോ ആ 5 കണ്ടത്തിന് കൊക്കേനെ. അപ്പൊ നിങ്ങൾ കൊക്കിരിക്കണ കണ്ട മുഴുവൻ പൂട്ടിയാ? മുഴുവൻ പൂട്ടിക്കണില്ല. കൊക്കിരിക്കണ കണ്ടെന്ന് പറഞ്ഞാൽ കൊക്ക് നമ്മൾ പൂട്ടുമ്പോൾ കൊക്ക് ആ കണ്ടത്തേക്ക് ഇരിക്കും. പിന്നെ ഈ കണ്ടത്തേക്ക് വരും. അങ്ങനെ പിന്നെ പൂട്ടാതിരിക്കാൻ പറ്റുമോ? കണ്ടാൻ പൂട്ടാൻ പറഞ്ഞിട്ട് ഇതൊക്കെ നിങ്ങളെ കഥ. കൊക്കിരിക്കണ കണ്ട മുഴുവൻ പൂട്ടി. ഞാൻ എന്റെ കായല്ലേ വരുള്ളൂ. ഇന്റെ കായ് എത്ര? എന്റെ കണ്ടത്തിന്റെ കായ്. കൊക്കിരിക്കണ കണ്ട മുഴുവൻ പൂട്ടാൻ ഞാൻ ആരോട് പറഞ്ഞു? എങ്ങനെ ഇപ്പൊ എന്റെ കായ് കണക്കാക്കുക? 5 കണ്ട പൂട്ടിയ കായാണ് ഇപ്പൊ ഈ 8300 പറഞ്ഞത്. അപ്പൊ ആ 300 ഒഴിവാക്കി ഞാൻ 8 പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കെട്ട് മാത്രമേ ഉള്ളൂ, തലക്ക് സുഖമില്ല നിങ്ങൾക്ക്. എത്തങ്ങളെ കഥ. കൊക്കിരിക്കണ കണ്ട മുഴുവൻ പൂട്ടാനോ? ഞാൻ കൊക്കിരിക്കണ കണ്ടെന്നാ പറഞ്ഞത്. നിങ്ങളെല്ലാം കണ്ടും കൂടി പൂട്ടിന് ഞാൻ ഇവിടുന്ന് പൈസ തരാ. എത്തങ്ങളെ കഥ. എന്റെ കായാണെങ്കിൽ പിടിച്ചോളൂ, ഞാൻ പോകും. അതെനിക്കറിയില്ല. നിങ്ങൾ ആരോ ഓരോടോ അതിന്റെ ആൾക്കാരോട് ചോദിച്ചു നോക്കി. അത് ശരി. കൊക്കിരിക്കണ കണ്ട മുഴുവൻ പൂട്ടാ ആരോ നിങ്ങളോട് പറഞ്ഞു? കൊക്കിരിക്കണ കണ്ടെന്നാണ് നമ്മൾ പൂട്ടിനാമത്തെ എല്ലാ കണ്ടത്തിനും കൊക്കുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ കണക്കാക്കുക കൊക്കിനോട്. കൊക്ക് നിങ്ങളെ ഡാക്ടർ കണ്ടാ പറയാതിരിക്കുക, അങ്ങേപ്പുറത്ത് പറയാതിരിക്കുക. ഒക്കെ കംപ്ലീറ്റ് പണ്ടാം പൂട്ടി കണക്കാരപ്പോ ഇതൊക്കെ. അല്ല ഇന്റെ പൈസ എത്ര? അത് പറയും. എന്റെ പൈസ 1500 റുപ്യ ഉണ്ടാവും. 1500 റുപ്യ. ഇതാ ആ പൈസ പിടിച്ചോളി. 1500 റുപ്യ കേട്ടോ. സമാധാനായില്ലേ? അല്ല ചായക്ക് എന്തെങ്കിലും തരാണ്ടോ? ചായക്കോ? ഇനി നിങ്ങൾക്ക് ചായക്ക് ഒരു 1000 റുപ്യ നാളെ. നിങ്ങൾ പുറത്തില്ല ചായ അടിച്ചത്? പടച്ചറപ്പേ ഇടങ്ങാറിന്റെ അവസ്ഥയല്ലോ. വല്ലാത്തൊരു കരാറായി പോയി. ഇനിയിപ്പോ ഡീസലിന്റെ പൈസക്ക് ഞാൻ ഇപ്പൊ എവിടെ പോവുക?